സജിനെ അതുപോലെ തന്നെ ദിയാസനയും തമ്മിലുള്ള ഇഷ്യൂസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആദ്യമേ ഫിറോസും സജിനയും തമ്മിലുള്ള ഇഷ്യൂ തുടങ്ങിയിട്ട് പിന്നെ ഇതേ കണക്ക് സജിന ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒറ്റിയത് ഇതേ കണക്ക് ദിയാസനയാണെന്ന്. ഒറ്റാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ താൻ ഈ ഒരു ദിയാസന ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വാർണിംഗ് പോലെ കൊടുത്തത് കൊണ്ടാണ് ഇതേ കണക്ക് തനിക്കെതിരെ സംസാരിച്ചെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് ദിയാസനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവൾ കള്ളമാണ് പറയുന്നത്, ഇവളും ഈ റസൂൽ പൂക്കുറ്റിയും തമ്മിലുള്ള ബന്ധങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് തിരിച്ചു വിടുന്നത്, എന്തൊക്കെ ചെയ്താലും അത് മറച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് വോയിസ് ക്ലിപ്പൊക്കെ ഈ റസൂൽ പൂക്കുറ്റി സംസാരിക്കുന്ന തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ ദിയാസനയും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് സജിനയ്ക്കെതിരെയും സംസാരിക്കുന്നുണ്ടായിരുന്നു. സജിന ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നീ ഉപയോഗിക്കത്തില്ലെന്നും തെളിയിച്ച് കാണിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തന്നെ ആയിരുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഫിറോസ് ഏതോ ഒരു പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്തോ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലെന്തൊക്കെയോ ഫിറോസുമായിട്ട് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കുട്ടിയുമായിട്ട് സജിന സംസാരിക്കുന്ന വോയിസ് ഉണ്ടെങ്കിൽ സജിന തന്നെ ഉണ്ടെങ്കിൽ സജിനയ്ക്ക് വിശ്വാസമുള്ള കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു പുറത്തും വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം കുറേയധികം പേര് ഇതെടുത്ത് വെച്ച് ചെയ്യും കാര്യങ്ങളൊക്കെ അതിന് ശേഷം കഴിഞ്ഞ ദിവസം സജിന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് ഈ ഒരു പെൺകുട്ടിയുടെ കൊച്ചിൻ്റെ പേര് വരെ പറഞ്ഞുകൊണ്ടൊക്കെ വെളിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വോയിസൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ എതിരെ ശിക്ഷ കിട്ടും. ഇതെല്ലാം പുറത്ത് വന്നേക്കുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ദിയാസനയാണ്, എനിക്കെതിരെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആരോപണം ദിയാസനയ്ക്കെതിരെ പിന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയുമായിട്ട് ഇപ്പോൾ ദിയാസന ഒരു വീഡിയോ ഇട്ടേക്കുവാണ്. നീ എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് എന്തിനാണ് കൊണ്ടുവെക്കുന്നത്, നീ എന്നല്ലേ ആ ഒരു കുട്ടിയുമായിട്ട് സംസാരിച്ച ഓഡിയോ ഉണ്ടെങ്കിൽ നീ വിശ്വസിക്കുന്ന കുറേയധികം പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പുറത്ത് വന്ന് അത് ബാക്കിയുള്ളവരെടുത്ത് ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേന് നീയല്ലേ അതിന് കാരണം. ഇപ്പോൾ ആ ഒരു കുട്ടി കേസായിട്ട് പോകുമ്പോൾ നിനക്ക് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് നിനക്ക് മനസ്സിലായി. അപ്പോൾ നീ പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഉടനെ തന്നെ ഉണ്ടെങ്കിൽ എൻ്റെ പേരിലേക്ക് ഇടുക, ഞാനാണ് ഇതുപോലെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് നീ ആദ്യം തൊട്ടേ പറയുന്നത്. നീയും ഈ ഒരു റസൂൽ പൂക്കുറ്റിയും തമ്മിലുള്ള ബന്ധങ്ങൾ കുറേയധികം പേര് ചർച്ച ചെയ്ത സമയത്ത് ആ ടോപ്പിക്ക് മാറ്റി എൻ്റെ ടോപ്പിക്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ശ്രമിച്ചാലും നീയും രക്ഷപ്പെടാൻ പോകുന്നില്ല, നിന്നെ ഞാൻ നല്ല രീതിയിൽ പെടുത്തും, അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നീ ബബ്ബയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ കൂടിയായിരുന്നു ദിയാസന പറഞ്ഞിട്ടുണ്ടായിരുന്നത്.